പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദിയുടെ കഴുത്തിലേക്ക് കെട്ടാനുള്ള താലി ഏതായാലും പൂജാരി പൂജിച്ചതിന് ശേഷം വിക്രത്തിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. വിക്രം വേദിയുടെ കഴുത്തിൽ ഇങ്ങനെ താലി കെട്ടാൻ നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ശങ്കരനാരായണന് അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞ് ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എന്നാൽ അച്ഛൻ അപകടം പറ്റിയെന്നറിഞ്ഞതോടുകൂടി തന്നെ വേദക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും. വേദ പറയുന്നത്, അച്ഛമ്മേ എനിക്ക് ഉടനെ തന്നെ എന്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോവാൻ നോക്കുകയാണ്. അന്നേരം വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അച്ഛമ്മയും കമലമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കണ ആ ഒരു സാഹചര്യത്തിൽ എന്നാൽ വേദ എഴുന്നേറ്റ് പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ പൂജാരി പറയുന്നുണ്ട്, മുഹൂർത്ത സമയത്തിന് മുൻപേ തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടണം. ഇങ്ങനെ വിവാഹ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് പോകാനൊന്നും പറ്റില്ല എന്ന് പറയും. എന്നാൽ തന്റെ അച്ഛൻ ഈ ഒരു അവസ്ഥയിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഒരിക്കലും ആ ഒരു മണ്ഡപത്തിൽ നിൽക്കാനേ കഴിയുന്നില്ല കേട്ടോ. വേദ പോവാൻ നിൽക്കുമായിരിക്കും. ആ സമയത്തിന് വേദയെ തടഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരിക്കലും ഭഗവാനെ നിന്ദിക്കാൻ പറ്റില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ താലി കെട്ടി നടക്കണം. നീ ഒരിക്കലും ഇത് നിന്ദിക്കരുത് എന്നൊക്കെ പറയും. മോളിപ്പോ ഈ താലി കെട്ടാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അത് ശരിക്കും നീ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. മോൾ ഇനി ജീവിതകാലം മുഴുവൻ വിക്രത്തിന്റെ ഭാര്യ ആവണമെങ്കിൽ വിക്രം നിന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഈ ഒരു താലി മാറ്റിക്കൊണ്ട് തന്നെ സ്വർണ്ണത്താലി അതിൽ കെട്ടിക്കോർക്കണം. അന്നേരം വേദ ഒന്നും മിണ്ടാത്ത നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, മോളൊന്നും സമാധാനപ്പെട്, ശങ്കരനൊന്നും സംഭവിക്കില്ല. മോളും ഒത്തിരി അധികം ആഗ്രഹിച്ചതല്ലേ ഇങ്ങനൊരു നിമിഷം. അന്നേരം കമലമ്മ ഇങ്ങനെ വേദയെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, മുത്തശ്ശി പറയുന്നത് കേൾക്കും മോളെ എന്ന് പറയുന്ന സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട്, മോളും വിക്രമവും കൂടി ഒന്നൊരുമിച്ച് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങളുടെയും ആഗ്രഹം. അതിനിപ്പോ മോളായിട്ട് ഇനി തടസ്സം നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടോ അച്ഛമ്മ. ആ സമയത്തൊക്കെ വേദക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതേ സമയത്തിനെ കാണിക്കുന്നത് ശങ്കരനാരായണനേക്കും. ശങ്കരനാരായണ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, സർ പെട്ടെന്നുള്ള ആ ഒരു അവസ്ഥയിൽ തല ചുറ്റി വീണതാണ്, അല്ലാതെ സാറിന് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ശങ്കരനാരായണൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, വേദമോളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാന്ന് പറയും. അച്ഛൻ എന്തിനാ അതിനോട് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അച്ഛൻ എന്താന്ന് ചോദിക്കും. ആ സമയത്തിന് ശങ്കരനാരായണൻ പറയുന്നത്, ശ്രീകാന്ത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ എനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ട്. വീട്ടിൽ ചെല്ലട്ടെ. നീ ഇപ്പൊ എനിക്ക് വയ്യാതായി എന്ന കാര്യം പത്മത്തിനോടോ അമ്മയോടോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അച്ഛാ ഞാൻ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒരു വയ്യാത്ത അവസ്ഥയിലാവുന്ന സമയത്തിന് അവരും അറിയണ്ടേന്ന് ചോദിക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം വരട്ടോ. ശങ്കരൻ ചോദിക്കുന്നുണ്ട്, എടാ നീ ശരിക്കും അവരുടെ ആ ഒരു കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത് അവരെ അറിയിച്ചതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നത്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛനോട് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ ഏതായാലും ഈ ഒരു കാര്യം അവരെ വിളിച്ച് പറയണ്ടേ? അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്നേരം ശങ്കരൻ പറഞ്ഞിട്ട്, നീ ഇനിയും എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കേണ്ട ശ്രീകാന്തേ. നീ ആ വിക്രമിനോട് കാണിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അന്നേരം ശ്രീകാന്ത് ഒരു ഞെട്ടലോട് കൂടി ആയിരിക്കും ശങ്കരനാരായണന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത്. ആ സമയത്തിന് ശങ്കരൻ പറയുന്നത്, ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി ഈ ഒരു കല്യാണം നടക്കണം. ആ ഒരു കാര്യം ഇപ്പൊ മറ്റാരേക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിക്രം ഏതായാലും എന്റെ വേദമോളുടെ കഴുത്തിൽ താലി കെട്ടണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ഹോസ്പിറ്റലിലേക്ക് പത്മവും ദീപ്തി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ദീപ്തി കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അച്ഛാ എന്റെ അച്ഛൻ എന്താ പറ്റിയത്? ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന സമയത്തിന് അച്ഛനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ശങ്കരനാരായണൻ ഇങ്ങനെ ദേഷ്യവൻ ശ്രീകാന്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത്, അച്ഛനൊരു കുഴപ്പമില്ല മോളെ. അല്ല നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും വേദമോളുടെ അടുത്തല്ലേ ഉണ്ടാവേണ്ടത് എന്ന് ചോദിക്കും. ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല ഈ വിവരം ശ്രീകാന്ത് നിങ്ങളെ വിളിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ട് ശങ്കരനാരായണൻ ഇങ്ങനെ ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നത്, വേദമോളുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ പത്മം പറഞ്ഞിട്ട്, ഇല്ലേട്ടാ ആ സമയത്തായിരുന്നു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ പിന്നെ ഞാൻ മറ്റൊന്നും നോക്കില്ല. ഞാൻ ദീപ്തി മോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അമ്മയും വേദയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാട്ടെ പത്മം. എന്നാൽ അമ്മ മണ്ഡപത്തിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ ശങ്കരനാരായണൻ പറഞ്ഞിട്ട്, ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ അമ്മയെ വിളിക്ക്, എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ഏതായാലും ഫോണിൽ നിന്ന് മുത്തശ്ശിക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുന്ന സമയത്തിന് മുത്തശ്ശി വേദിയോട് പറയുന്നുണ്ട്, ശ്രീകാന്താണ് വിളിക്കുന്നത്, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ ശ്രീകാന്ത് ശങ്കരൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ മുത്തശ്ശി ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കൊടുക്കാട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ശങ്കര നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. വേദമോളും വിക്രമും തമ്മിലുള്ള ആ ഒരു താലി കെട്ട് നടക്കണം. ഒരു കാരണവശാലും അതൊരിക്കലും മുടങ്ങി പോകാൻ പറ്റില്ല. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ അമ്മയെ വിളിച്ചത് എന്നിങ്ങനെ ശങ്കരനാരായണൻ പറയുന്ന സമയത്തിന് ഈ ഒരു കാര്യം മുത്തശ്ശി വേദയോട് പറയും. വേദക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. മുത്തശ്ശി പറഞ്ഞിട്ട്, അവനൊരു കുഴപ്പമില്ല മോളെ, ഞാൻ ഏതായാലും വേദമോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ ഫോണ്. വേദ കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അച്ഛാ അച്ഛൻ എന്താ പറ്റിയത് അച്ഛാ? എനിക്കിപ്പൊ തന്നെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം ശങ്കരൻ പറഞ്ഞിട്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല മോളെ, മോള് വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അച്ഛൻ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്തിന് ചെറുതായിട്ടൊന്ന് തെന്നി വീണു, അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി ഒരു കാരണവശാലും മോളും വിക്രവും തമ്മിലുള്ള ആ ഒരു താലികെട്ട് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അത് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കണം.
മോൾ ഇനി മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ഈ അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും മോളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അച്ഛന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്തൊക്കെ വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വേദ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിനും ഭയങ്കര സങ്കടമായിരിക്കും. ശങ്കരനാരായൺ വീണ്ടും വേദക്ക് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് മോള് വിക്രത്തിനൊന്ന് ഫോൺ കൊടുത്തേന്ന് പറയും. ആ സമയത്തിന് വേദ ഫോൺ ഇങ്ങനെ വിക്രമത്തിന് കൊണ്ടുവന്ന് കൊടുക്കണ അച്ഛനാണ് വിളിക്കുന്നത്. അച്ഛന് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ കൊടുക്കും. വിക്രം ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ഹലോ എന്ന് പറയുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഇങ്ങനെ വിക്രത്തോട് പറയുന്നുണ്ട്, മോൻ ഏതായാലും എന്റെ വേദമോളുടെ കഴുത്തിൽ താലി കെട്ടണം. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ഒരു താലി കെട്ടി നടക്കണം. ഒരു കാരണവശാലും അത് മുടങ്ങാൻ പാടില്ല. അതിപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. വീട്ടിലുള്ള ഞങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് വേദമോള് നിന്റെ വീട്ടിലേക്ക് കയറി വന്നത്, നിന്നെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ നിന്നെ ഒരുപാടധികം സ്നേഹിക്കുന്ന എന്റെ വേദമോളുടെ കഴുത്തിൽ നീ താലി കെട്ടണം. രണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്മതത്തോടും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടണം. അങ്ങനെ മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ വേദമോള് തന്നെയായിരിക്കും. മോൻ ഒരിക്കലും എന്റെ മോളെ വിഷമിപ്പിക്കരുത്, അത് ഈ അച്ഛന്റെ ഒരു അപേക്ഷയാണ് എന്നൊക്കെ പറയട്ടെ ശങ്കരനാരായണൻ. അച്ഛന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും. ആ സമയത്തിന് ശങ്കരൻ ചോദിക്കുന്നതിന് എന്താ വിക്രം ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറയുന്നത് ഈ വിവാഹം ഏതായാലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും സാർ, അതൊന്നും ഓർത്തിട്ട് വിഷമിക്കണ്ട. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒരു അത്ഭുതമായിരിക്കട്ടോ. എന്നാൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും ശങ്കരനാരായണൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ശങ്കരന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നാൽ ഇത്ര നേരം ഒരിക്കലും വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുമായിരിക്കും. വേദയുടെ സങ്കടം കണ്ടിട്ട് വിക്രത്തിന് ഒത്തും തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതോടുകൂടെ തന്നെ ശങ്കരനാരായണൻ തന്നെ ഇപ്പൊ വാക്ക് കൊടുത്തല്ലോ, ഒരിക്കലും വേദയെ കൈവിടില്ല എന്നും ജീവിതകാലം മുഴുവൻ വേദയെ കൂടെ കൂട്ടാമെന്നൊക്കെ ശങ്കരനാരായണന് വാക്ക് കൊടുത്തല്ലോ. അതുകൊണ്ട് വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന് ഇനിയും ഈ താലി കെട്ട് നടന്നില്ല എങ്കിൽ ഒരിക്കലും വേദക്കത് സഹിക്കാൻ കഴിയില്ല. എന്നെ മാത്രം വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന ഈ വേദയെ വിഷമിപ്പിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ടാവില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കട്ടെ വിക്രം. ഇനി ഒരു പക്ഷെ ഞാൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ വേദക്ക് അത് ഒത്തിരിയധികം വിഷമാവുമെന്ന് മാത്രമല്ല വേദ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുമെന്ന കാര്യമൊക്കെ ആയിരിക്കട്ടെ വിക്രം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിക്രം ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ഇനി ഒരിക്കലും വേദയുടെ കണ്ണ് താനായിട്ട് നിറയിക്കില്ല. വേദയെ ഇനി ജീവിതകാലം മുഴുവൻ തന്റെ ഭാര്യയായിട്ട് തന്റെ കൂടെ തന്നെ നിർത്തുമെന്നും വേദയെ ഇനി ഒരിക്കലും മാറ്റി നിർത്താനാവില്ല, ഒരു നിമിഷം പോലും വേദയെ കാണാൻ കഴിയില്ല എന്നൊക്കെ വിക്രത്തിന്റെ മനസ്സ് വിക്രത്തിനോട് ഇങ്ങനെ പറയും. അങ്ങനെ വിക്രം ഒരു ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, പൂജാരി മുഹൂർത്ത സമയം കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇനിയും 2 മിനിറ്റ് ഉണ്ട് എന്ന് പറയട്ടെ പൂജാരി. അന്നേരം വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും സാക്ഷികളാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടും. അതൊരിക്കലും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നിങ്ങനെ വിക്രം പറയുന്നത് കേട്ടിട്ട് വിക്രത്തിന്റെ ഫ്രണ്ട്സും വേദയൊക്കെ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കായിരിക്കും. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിനും കമലാമ്മക്കും അച്ചമ്മക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട്. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഭയങ്കര സ്നേഹത്തോടു കൂടി വിക്രമിനെ ഇങ്ങനെ നോക്കുമായിരിക്കും. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് നന്ദിനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ കല്യാണം എന്തായാലും മുടങ്ങിപ്പോകുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നന്ദിനി ഏതായാലും ഈ ഒരു കാര്യം വേദയെ വിളിച്ച് പറഞ്ഞിരുന്നു. വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ പിന്നെ എത്ര പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥാനം കൈക്കലാക്കാമെന്നൊക്കെ ചിന്തിച്ച് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരിക്കട്ടെ രാധ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഒത്തിരിയധികം പ്രതീക്ഷകളോട് തന്നെ രാധ അങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നത്. ഏതായാലും ഇനി താലി കെട്ട് നടക്കട്ടെ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് പൂജാരി ഏതായാലും പൂജ വെച്ച ആ ഒരു താലി എടുത്തിട്ട് വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വേദ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് വേദയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ താലി കെട്ടി കൊടുക്കും. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കട്ടെ ഒത്തിരിയധികം പ്രതീക്ഷകളോടുകൂടെ തന്നെ രാധ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രാധ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വിക്രമും വേദയും ഭയങ്കര സ്നേഹത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു സീനായിരിക്കും. ഒത്തിരിയധികം ഇഷ്ടത്തോടു കൂടെ തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണുന്ന സമയത്തിന് ഒട്ടും സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ നെഞ്ചു പൊട്ടി പോവാട്ടെ രാധയുടെ. താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം വിക്രം വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ വേദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, ദൈവമായിട്ട് കൂട്ടിച്ചേർത്തത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബന്ധം. അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് മാത്രമല്ല നിന്റെ കണ്ണ് നിറയ്ക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വേദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഈ ഒരു താലി കെട്ട് നടന്നതോടുകൂടി തന്നെ വിക്രത്തിന്റെ വീട്ടുകാരും വേദയുടെ വീട്ടുകാരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി.